ദിലീപിന് ആശ്വാസം. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയും നടനുമായ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കേണ്ട എന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ആരോപിച്ച് ക്രൈംബ്രാഞ്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജി തള്ളിയ കോടതി പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചു. ജസ്റ്റിസ് സോഫി തോമസിൻ്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ദിലീപിനെതിരെ തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണം എന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. തെളിവുകൾ നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുമുള്ള ജാമ്യവ്യവസ്ഥ ദിലീപ് ലംഘിച്ചെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കേസിൽ സാക്ഷികളായ വിപിൻ ലാൽ, ദാസൻ, സാഗർ വിൻസെൻ്റ്, ഡോക്ടർ ഹൈദർ അലി, ശരത്ത്, ജിൻസൺ തുടങ്ങിയ 10ഓളം സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചതായാണ് ഹർജിയിലെ ആരോപണം. നേരത്തെ ഇതേ ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി ഇത് തള്ളിയിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകൾ പരിശോധിക്കാതെയാണ് നേരത്തെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയതെന്നും സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾക്ക് ആധികാരികതയില്ലെന്ന പരാമർശം തെറ്റാണെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. അതേസമയം തൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുമ്പ് പലതവണ കോടതി തള്ളിയതുമാണെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചത്. അതിനിടെ കേസിൻ്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എതിർവിസ്താരം നടക്കുന്നു എന്നായിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കൈവശമിരിക്കെ ചോർന്ന കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിൻ്റെ എതിർപ്പ് തള്ളിയായിരുന്നു കോടതിയുടെ നടപടി. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് നടത്തിയ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറുക.